എന്തെങ്കിലും തന്നാലേ ഞാൻ ഹദിയ ചെയ്യുള്ളൂ, എന്നാലല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുള്ളൂ എന്നുള്ള ആ മരിച്ച ആളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. അതിപ്പോ ഈ മുജാഹിദ് വിഭാഗമൊക്കെ കളിയാക്കുന്നവർ പരിഹസിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ സലാത്ത് ചൊല്ലി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യാസീൻ ഓതി വെച്ചിട്ടുണ്ട്, അതിനൊക്കെ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ യാസീൻ ഓതി വെക്കുന്നതിനോ സലാത്ത് ചൊല്ലി വെക്കുന്നതിനോ ദിക്റുകൾ ചൊല്ലി വെക്കുന്നതിനോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ? ഇപ്പൊ നമ്മളെ പരിഹസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുജാഹിദുകൾ ഇത് വല്ലാതെ എടുത്തു പറയാറുണ്ട്. സലാത്ത് ചൊല്ലിവെച്ച സലാത്തുകൾ, ഓതി വെച്ച യാസീൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഹദിയ ചെയ്യുന്നത് വരെ അത് ആരിലെ ഹദിയ ചെയ്യുന്ന അയാളെ എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ ലഭിക്കാനോ എന്തെങ്കിലൊക്കെ ഉദ്ദേശം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ ഹദിയ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ ഓതി വെക്കുന്ന ചൊല്ലിവെക്കുന്ന അതിനൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദുകൾക്ക് ഇനി ഹദിയ ചെയ്താലും ഇല്ലെങ്കിലും അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ എന്നുള്ള ആശയക്കാരാണ് മുജാഹിദുകൾ. എന്ന് വെച്ചാല് ഒരാൾ ചെയ്യുന്ന അമല് ഇനി മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിപ്പുള്ളവർ ഒരു അമലും ചെയ്താൽ എത്തൂലാണ് മുജാഹിദിന്റെ അടിസ്ഥാന ആശയം തന്നെ. അതാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു അമല് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂലാണ് അവരുടെ ആശയം. പക്ഷെ ഈ ആശയത്തിന് എതിരാണല്ലോ ഹദീസുകളൊക്കെ ഉള്ളത്. ആയത്തും അങ്ങനെ തന്നെ ഉള്ളത്. ഖുർആൻ തന്നെ പറഞ്ഞ എന്താണ്? അവർ മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യും. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കും പുറത്തു തരണേ. അല്ല ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന ആളുകൾക്കും പുറത്തു കൊടുക്കണേ. അല്ലേ? അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അത് മുജാഹിദുകൾ ഓതുന്ന ആയത്താണ്. അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. അവിടുത്തെ ലാമ് എന്തിനാണെന്ന് പോലും മുജാഹിദുകൾക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യന് സ്വന്തമായിട്ട് മിൽക്ക് അല്ലെങ്കിൽ അവകാശപ്പെടുവാൻ അവൻ പ്രവർത്തിച്ചതേ ഉള്ളൂ. അതേസമയത്ത് മറ്റുള്ളവരിൽ നിന്ന് എത്തുന്ന പാരിതോഷികങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം കൊടുക്കാൻ അല്ലാഹുവിന് പറ്റില്ല എന്നൊരിക്കലും ആ ആയത്തിൽ പറഞ്ഞിട്ടില്ല. ആ ആയത്തിൽ എന്ത്? ലിൽ ഇൻസാനി, മനുഷ്യന് അവന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ച അവൻ എന്ന നിലക്കുള്ള ആ നിലക്കുള്ളത് അവൻ പ്രവർത്തിച്ച കാര്യങ്ങളെയുള്ളൂ. പിന്നെ ആരെങ്കിലും സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുമെന്നല്ലാതെ എന്നേ ആ ആയത്തിന് അർത്ഥമുള്ളൂ. അതേസമയത്ത് പിന്നെ ഇവിടെ നമ്മൾ ജാഫർ വില്ലൻ ചോദിച്ച ജാഫർ വില്ലൻ അപ്പോഴത്തേനും പോയോ? ആള് ചോദ്യം ചോദിച്ചിട്ട് അവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇങ്ങനെ നമ്മൾ ഓതിവെച്ച ഖുർആൻ അല്ലെങ്കിൽ ഓതിവെച്ച ദിക്റുകൾ ഇത് മറ്റുള്ളവർക്ക് ഹദിയ ചെയ്യുന്നതിന് വിരോധമുണ്ടോ എന്നാണ്. ഒരു വിരോധവുമില്ല. അങ്ങനെ ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അഖീദ എന്ന് നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തന്നെ തന്റെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഉലൂഹിയത്ത് അർക്കുമ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അല്ലാഹുവേ അന്നീ വ അൻ ഉമ്മത്തി, ഇത് എനിക്കും എന്റെ ഉമ്മത്തിനും വേണ്ടി ഞാൻ ഹദിയ ചെയ്യുന്നു. അറുക്കുന്നത് നബിയാണ്, അതിന്റെ ചെലവ് വഹിക്കുന്നത് നബിയാണ്, അതിന്റെ എല്ലാ ഭൗതികമായ നഷ്ടങ്ങളും ഏൽക്കുന്നത് നബിക്കാണ്. മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ അതിന്റെ യാതൊരു നഷ്ടവും വരുന്നില്ല. എന്നിട്ട് പോലും അതിന്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തി നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ ഓതി വെച്ചതിനെയോ ചെയ്തു വെച്ചതിനെയോ ചെയ്യുന്നതിനെയോ ഓടുന്നതിനെയോ മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ സമൂലമായിട്ട് പ്രതിപാദിച്ചു വിശദീകരിച്ച കാര്യവുമാണ്. അങ്ങനെ ചെയ്യുമ്പോ ഇനി ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് വീട്ടുകാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് വീട്ടുകാരിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ വീട്ടുകാരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കലോ, അതിനും കുഴപ്പമില്ല. അങ്ങനെ വല്ലതും നമ്മൾ അല്ല ഹദിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല.
അങ്ങനെ അവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കൊടുക്കുന്നത് വാങ്ങുന്നതിനും കുഴപ്പമില്ല. പരിശുദ്ധരായ സ്വഹാബത്ത് ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിച്ചു കൊടുത്തതിന്റെ പേരിൽ 30 ആടുകളെ വാങ്ങുകയും അങ്ങനെ ആ പാരിതോഷികം സ്വീകരിക്കുകയും അത് ഭക്ഷിക്കണോ ഭക്ഷിക്കണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഹാജരാക്കുകയും നബിയോട് അതിന്റെ മതവിധി ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ആ ആടിന്റെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് നിങ്ങൾ കൊണ്ടുവരണം, എനിക്കും അതിൽ നിന്ന് കുറച്ച് കഴിക്കണം. ഈ ഇത് വിശേഷിച്ചു നാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും വല്ല സംഭാവനയോ അല്ലെങ്കിൽ പാരിതോഷികമോ കൊടുക്കുന്നതോ വാങ്ങുന്നതോ യാതൊരു തെറ്റുമില്ല എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദിയ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും തന്നാൽ അത് വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ജാഫർ സാഹിബിന്റെ ചോദ്യത്തിന് എനിക്ക് നൽകാനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉബൈദ് അരീക്കോട് അവിടെ ഇല്ലേ? ഉബൈദ് അരീക്കോട് മൈക്ക് എടുക്കാത്തതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ ദാരിമി ഉസ്താദ്. ഓക്കെ ദാരിമി ഉസ്താദ്, എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഖബറിന്റെ മേല് നമസ്കരിക്കാൻ പാടില്ല എന്ന് ഉണ്ടല്ലോ. അപ്പൊ ഈ കഅബക്ക് ചുറ്റും പണ്ട് ഒരുപാട് സഹാബികളെ അല്ലെങ്കിൽ മറ്റു മഹാന്മാരെ നബിമാരെയൊക്കെ അവിടെ ഖബർ മടക്കിയിട്ട് നിന്നത്. അപ്പൊ അതിന്റെ നമ്മളിപ്പോ അവിടെ കഅബക്ക് ചുറ്റും നമസ്കരിക്കും, ആ ഖബറിന്റെ പുറത്തല്ലേ നമസ്കരിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ സംശയം, ഇപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കബീലക്കാരുടെ ആട്ടിൻപറ്റത്തിന്റെ രോമത്തിന്റെ അത്രയും ജനങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന്. അപ്പൊ അത് ഈ മാഷറയ്ക്ക് ശേഷമല്ലേ നരകം സ്വർഗം ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഇപ്പോ നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നരകമോചനം കിട്ടുന്നത് ആർക്കാണ് ഒന്ന് വിശദീകരിക്കാമോ? മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഉള്ള മറുപടി നമ്മുടെ ഇമാംമാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഞാനത് പറയാം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് മാത്രമാണ് ഇപ്പൊ മറുപടി പറയുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഇൻഷാ അല്ലാഹ് അധികം താമസിയാതെ ഞാൻ അതിന്റെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറയാം. നമ്മൾ സ്വന്തമായിട്ടൊരു മറുപടി പറയുന്നതിന് പകരം അതുമായി ബന്ധപ്പെട്ട് ഇമാംമാർ രേഖപ്പെടുത്തി വെച്ചൊരു മറുപടി ഉണ്ട്. പക്ഷെ ആ മറുപടി ഒന്നുകൂടി നോക്കി എന്റെ മനസ്സിലുള്ള അതുതന്നെയല്ലേ എന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം പറയലായിരിക്കും നല്ലത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള ആ ചോദ്യം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. രണ്ടാമത്തത് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലത്തുൽ ബറാഅത്തിന്റെ പ്രത്യേകതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന്ന് കൽബ് കബീലക്കാരുടെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്റെ എണ്ണത്തിന്റെ അത്രക്ക് നരകമോചിതർ ഉള്ള രാവാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവർ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ആരെയാണ്? നരകത്തിൽ കടക്കാൻ അവകാശപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദോഷം ചെയ്ത ആളുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ ആയൊരു ദോഷം ചെയ്ത ആളുകൾ നരകശിക്ഷക്ക് അർഹരാണ്, അല്ലെങ്കിൽ നരകശിക്ഷക്ക് അർഹരാണ്. പക്ഷേ നരകശിക്ഷക്ക് അർഹരായ ആളുകൾക്ക് പല കാരണങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം അവൻ കണക്കാക്കി വെക്കും, അവൻ രേഖപ്പെടുത്തും അല്ലെങ്കിൽ കണക്കാക്കി വെക്കും. ആ നരകപ്രവേശവും നരകമോചനവും എന്നൊക്കെ പറയുന്നത് പരലോകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും നരകപ്രവേശനത്തിന് അർഹരായ ആളുകളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കൂല. അതിനെ സംബന്ധിച്ച് സുന്നത്തി ജമാഅത്തിന്റെ അഖീദ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് പാപം ചെയ്താൽ ഇൻഷാഅ അദ്ദബ വ ഇൻഷാഅ ഗഫറ എന്നാണ്. അള്ളാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില കാരണങ്ങളാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന് വെക്കും. അതിൽപ്പെട്ട ഒരു കാരണമാണ് ലൈലത്തുൽ ബറാഅത്തിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് നരകമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാണ്.
ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത് ഇന്ന് ഈ മാസത്തിലും അടുത്ത കൊല്ലത്തിലുള്ള മാസത്തിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഇപ്പോഴാണ് അത് കണക്കാക്കുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നത് പരലോകത്താണ് എന്ന് മാത്രം. അപ്പൊ തമ്മിൽ വൈരുദ്ധ്യമില്ല. ബറാഅത്ത് രാവിന്റെ അന്നാണ് നരകത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോ നരകമോചനം എന്നുള്ളത് പരലോകത്ത് നടക്കുന്ന കാര്യമല്ലേ? അപ്പൊ ഇപ്പെങ്ങനെ നടക്കുക എന്നുള്ളതാണ് സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ ടോട്ടല്. അതിന് മറുപടി, മോചനം ഉണ്ടാവുക എന്നുള്ളത് പരലോകത്താണ്. പക്ഷെ അത് കണക്കാക്കി വെക്കുക എന്നുള്ളത് ഇഹലോകത്ത് ഈ ബറാഅത്തിന്റെ രാവിലുമാണ്. മനസ്സിലായില്ലേ? ഏതുപോലെ അതിനൊരു ഉദാഹരണം, അപ്പൊ നമ്മൾ റമദാന്റെ ഒടുവിലെ 10 സംബന്ധിച്ച് പറയും അത് നരകമോചനത്തിന്റെ 10 നരകമോചനത്തിന്റെ 10 പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി അവകാശപ്പെട്ട അർഹതപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം രേഖപ്പെടുത്തുന്ന ദിവസങ്ങളാണ് റമദാനിലുള്ള അവസാനത്തെ 10 എന്ന് പറയുന്ന അതേ ആശയത്തിലും അതേ താല്പര്യത്തിലും അതേ ഉദ്ദേശ്യത്തിലുമായിട്ട് ഈ രാവിനെ കുറിച്ചുള്ള പോരിശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ സംശയത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്. എന്താണ് പറഞ്ഞോ? ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ആയിട്ടുള്ള കിതാബ് എത്തിയിട്ടുണ്ട്. നിങ്ങളെ ചോദ്യം കേട്ടുകാണ്ട് ഈ നിങ്ങളുടെ ചോദ്യവും നമ്മുടെ മറുപടിയൊക്കെ കൂടെ കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. അവരിൽപ്പെട്ട ഒരാള് അതിന്റെ മറുപടി കിതാബുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ മറുപടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. അപ്പൊ ഒരു ഉപചോദ്യം കൂടി, അതായത് ഇപ്പോ മറ്റേ ബദരീങ്ങൾ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, റസൂല് പറഞ്ഞല്ലോ, ഇതുവരെ ചെയ്ത പാപങ്ങളും ഇനി ചെയ്യാനുള്ള പാപങ്ങളും അല്ലാഹു തആല പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഈ ബറാഅത്ത് രാവ്, ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞ രീതിയിലും നരകമോചനം ആരുടെയെങ്കിലും ദുആ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ദുആ കൊണ്ടിട്ടോ ഇത് നരകമോചനം നേടിയ ആള് പിന്നീട് ദോഷം ചെയ്താൽ പിന്നീട് തിരുത്തുമോ? എങ്ങനെയാണ്? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം കേട്ടില്ല, അപ്പൊ കേട്ട ആൾക്കാർക്ക് പറഞ്ഞത്, അതായത് ഇപ്പോ ഈ പിന്നെ ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനവും ഈ പ്രഖ്യാപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫضലാണ്. അവരിൽ പാപം സംഭവിച്ചാൽ തന്നെ അവര് നേരത്തെ ചെയ്ത ആ അമലിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പുറത്തു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ആ ഒരു സ്വഭാവം ഈ പറഞ്ഞ ഇത്തുക്കുമിനാറിന് ഉണ്ട് എന്ന് വന്നിട്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് ഈ രാവിൽ ഇത്തുക്കുമിനാർ രേഖപ്പെടുത്തും. അവർക്ക് അതിനു മുമ്പ് നരകം പ്രവേശനത്തിന്റെ എന്തെങ്കിലും ഒരു പാപം അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അവർക്ക് നരകമോചനം അള്ളാഹു രേഖപ്പെടുത്തുമ്പോൾ തന്നെ അവർ വീണ്ടും പാപത്തിലേക്ക് മടങ്ങിയാലോ, വീണ്ടും പാപത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നരകപ്രവേശനത്തിന്റെ മറ്റൊരു അവകാശിയായി മാറും. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പാപം കാരണത്താലുള്ള ആ നരകപ്രവേശനത്തിന് അവർക്ക് മോചനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവർ തെറ്റിലേക്ക് മടങ്ങിയപ്പോൾ വീണ്ടും അവർ നരകപ്രവേശകരായി. അപ്പൊ വീണ്ടും ശഅബാൻ രാവ് പിന്നീടും വരും. അങ്ങനെ കൊല്ലം കൊണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അത്രേ അതിന് മറുപടി ഉള്ളൂ. അതിന് പറയാനുള്ള മറുപടി, ബദരീങ്ങൾക്കുള്ള ആ ഫദലുമായി ഇതിനെ കൂട്ടി കുഴക്കേണ്ടതില്ല എന്നാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ 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 അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറവാണോ? അതിലപ്പുറം തോന്നുന്നു. ഏതായിരുന്നാലും ഉസ്താദെ, ചെറിയൊരു ഇപ്പോ ഒരു കോടതി വിധി കേൾക്കുന്നില്ലേ? ഓക്കെ. ഒരു കോടതി വിധി കേൾക്കാനിടയായി. ഓക്കെ. ഒരു കോടതി വിധി കേൾക്കാനിടയായി. അതായത് 7 കുട്ടികൾ ആയതിന് ശേഷം കോടതി അവരോട് തലാക്ക് ചെല്ലാൻ, ഭാര്യ ഭർത്താക്കന്മാരോട് തലാക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ആ തലാക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞതിന്റെ ഒരു കാരണം, അവർ മുലകുടി ബന്ധത്തിൽ രണ്ടുപേരും മുലകുടി ബന്ധത്തിലൂടെ ഉള്ള ഒരു ബന്ധമുണ്ട്. ആ കാരണം കൊണ്ടാണ്
അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്, കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഉസ്താദ് അതിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനൊരു പുതുമയൊന്നുമില്ലല്ലോ, ഇസ്ലാമിന്റെ ഒരു വിധിയല്ലേ ഇപ്പത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുലകുടി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായ സാക്ഷികളിലൂടെ തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ആ വിധി വളരെ ഇസ്ലാമികമായ ഒരു വിധിയാണല്ലോ. അവർ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ജീവിതം, ആ ജീവിതം എന്താണ്, അത് അവസാനിപ്പിക്കണമെന്നാണ്. പക്ഷെ അത് ശുബ്ഹത്തിന്റെ വത്തുകളാണ് അവിടെ നടന്നിട്ടുള്ളത്. ശുബ്ഹത്തിന്റെ വത്തുകൾ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഹറാമല്ല. കാരണം അവർ മുലകുടി ബന്ധമുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയാതെയാണല്ലോ അവർ ചെയ്തത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അത് അറിയാതെ സംഭവിച്ച ഭാര്യ ഭർത്തൃ ബന്ധം എന്ന ഗണത്തിലാണ് അത് ഉൾപ്പെടുക. അപ്പൊ ആ രൂപത്തിലുള്ള മസ്അലകളാണ് ആ വിഷയത്തിന് വരിക. അതോടൊപ്പം തന്നെ മുലകുടി ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തെളിവുകൾ കൊണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ബന്ധം വിച്ഛേദിക്കണം. അത് സ്വയം മുൻഫസിഹായി പോകുന്നത്. ത്വലാഖ് ചെല്ലണമെന്നൊന്നുമില്ല. ഭർത്താവിന് ഭാര്യ എന്തിനാ ത്വലാഖ് ചെല്ലേണ്ട ആവശ്യം? ഭാര്യ ഭർത്തൃ ബന്ധം മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ത്വലാഖിന്റെ ആവശ്യമില്ല. അതോടുകൂടി ആ ബന്ധം മുൻഫസിഹാകും. അതുകൊണ്ട് തന്നെ ആ ബന്ധം വേർപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ അന്യ മതക്കാരെന്തൊക്കെയോ നമ്മളെ കളിയാക്കുന്നുണ്ട് എന്ന് നേരത്തെ സാജി അഹമ്മദ് ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ യാതൊരു ഒരു പ്രശ്നവുമില്ല. അന്യമതക്കാർക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാവാത്തത് കൊണ്ടാണ്. സഹോദര സഹോദരിമാരാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക എന്നുള്ളതിലാണ് തെറ്റുള്ളത്. സഹോദര സഹോദരന്മാരായിട്ട് ജീവിക്കുക എന്നുള്ള അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം അത് വിച്ഛേദിക്കുക എന്നുള്ളതാണ് അതിനുള്ള ബുദ്ധിപരമായ മതപരമായ കാഴ്ചപ്പാട് എന്നാണ് ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഉസ്താദ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? DC ആയതാന്ന് DC ആയെന്ന് തോന്നുന്നുണ്ട്. ഉസ്താദ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് വോളിയം കുറവുണ്ടോ? വോളിയം കുറവുണ്ട്. ഓക്കെ ആണല്ലേ. പിന്നെ
ഇത് പിന്നെ ഉസ്താദ് ഇപ്പൊ വരും തോന്നുന്നുണ്ട്. ഉസ്താദ് സംസാരിക്കാൻ ഇടയിൽ പെട്ടെന്ന് ഡി സി ആണ്. രണ്ടാൾക്കാർ മൈക്ക് ചാടി, അതൊന്നും ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് സൗണ്ട് കേൾക്കില്ല. ഉസ്താദ് റൈസാൻഡ് ചെയ്ത് മുകളിൽ വരി. ആരും ഉസ്താദ് കേൾക്കണില്ലേ? ഓക്കെ. ഉസ്താദ് വന്നിട്ട് മൈക്ക് ഡി സി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ ഇടയിൽ മൈക്കൊക്കെ എന്തോ തകരാറ് വന്നോ സംശയം. അപ്പോ പിന്നെ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോ? നേരത്തെ ചോദിച്ച ആളുടെ, അഥവാ നമ്മളെ സാജി അഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ, സാജി ഹംദ് എന്ന് പറഞ്ഞ ആളുടെ ചോദ്യത്തിനായിരുന്നു ഞാൻ മറുപടി കൊടുത്തിരുന്നത്. അപ്പൊ അത് അമുസ്ലിമീങ്ങളൊക്കെ ആ വിധിയെ കളിയാക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല. സഹോദര സഹോദരിമാരാണെന്ന്, അത് മുലകുടി ബന്ധത്തിലുള്ള സഹോദര സഹോദരിമാരാവട്ടെ, രക്തബന്ധത്തിലുള്ള സാഹോദര്യമാവട്ടെ, ഏതു തന്നെയാണെങ്കിലും വിവാഹാനന്തരം അത് വ്യക്തമായ തെളിവ് സഹിതം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വിവാഹബന്ധം സ്വയമേ അത് വേർപ്പെടുമെന്നാണ്. അത് അപ്പൊ കോടതിയുടെ ആ വിധി, ഇസ്ലാമിക കോടതി വിധിച്ചത് എല്ലാ നിലക്കും അർത്ഥവത്താണ്, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതാണ്. അങ്ങനെ അല്ലാത്ത മറിച്ച് പിന്നെ അവർ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കുട്ടികളെ വിചാരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അത് ബുദ്ധിക്കോ അല്ലെങ്കിൽ ശറഇനോ യോജിക്കുന്നില്ല എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഷ്കൂർ യാ ഉസ്താദ്. കാര്യം ഉസ്താദ് നല്ല ഒരു, കാരണം അത് ഇപ്പോ വളരെ ചൂടേറിയ ചർച്ചയായിട്ട് ഫേസ്ബുക്കിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് അത് പറയുവാൻ സാധിക്കുമല്ലോ. മഷ്കൂർ ഉസ്താദ് വിശദീകരിച്ചു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് എല്ലാ നിലക്കും ഈ പഠിച്ചതൊക്കെ ഇനിയും കാലാകാലം ഓർമ്മയിൽ ഇരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ. ഉസ്താദൊക്കെ ഇതുപോലെ റൂമിൽ ഒഴിവുള്ള സമയത്തൊക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ അതൊരു വലിയ സമാധാനവും സന്തോഷവും നൽകുന്നുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. അതേപോലെ നേരത്തെ ആ പാട്ടൊക്കെ അത് കേട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും അതിനെ മുളയിൽ തന്നെ നുള്ളുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉസ്താദ് പെട്ടെന്ന് കൊണ്ടുവന്നതിന്, കാരണം നമ്മളൊക്കെ ഇനി കേൾക്കാൻ പോകുന്ന ഒരു പാട്ടായിരിക്കും അത്. ഞാനൊന്നും കേട്ടിട്ടില്ലായിരുന്നു സത്യത്തില്. അപ്പോ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചെവിയിലൊക്കെ എത്തുന്ന ഒരു പാട്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോ അതിനു മുൻപേ തന്നെ അതിനെക്കുറിച്ച് ഉസ്താദ് ശരിക്കും പറഞ്ഞു തന്ന കാരണം കൊണ്ട് തന്നെ ശരിക്കും അതിനെ എതിർക്കാനും ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു ശതമാനം തന്നെയെങ്കിലും സാധിക്കും ഉസ്താദിന്റെ ഈ ക്ലാസ് കൊണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കും ഉസ്താദിനോട് പറയാനുള്ളത്. അൽഹംദുലില്ലാ. അതിനൊക്കെ ഉസ്താദ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ നന്ദി ഞങ്ങൾ പറയണമെന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഉസ്താദിനെ നമ്മളെല്ലാവരെയും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടി തെരുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്യുന്നു. മൈക്കിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും മൈക്ക് എടുക്കുന്നത് കാണുന്നില്ല. മൈക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ റേഡിയോയിലൂടെയൊക്കെ പല ശ്രോതാക്കളും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് മൈക്കിലേക്ക് വരാതിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ജാഫർ വില്യം ഉസ്താദിനൊന്നും കാണാനേ ഇല്ല, എവിടെ അല്ലെന്നറിയില്ല. പിന്നെ അതുപോലെ അൽ-ഇസ്തിഖാമ നമ്മുടെ മിസ്ബാഹ് നമ്മുടെ പുതിയ ഉസ്താദാണല്ലോ. ഏതായാലും ഓക്കെ. ഹക്കീം ബിൻ മുഹമ്മദ് മൈക്കിലേക്ക് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഞാൻ ഫേസ്ബുക്കിലേ
1-2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടു. അതായത് നെഞ്ചു പുലരാൻ പോകുന്നു SKSFന്റെ എന്നൊക്കെ പറഞ്ഞു. അഹമ്മദ് ഫസലിൽ നിന്നും കാന്തപുരം കൈപ്പറ്റിയ ഈ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിയിക്കുന്നവർക്ക് 200 crore 200 കോടി ഇനാം നൽകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പൈസ കുറച്ച് ആവശ്യമായിരുന്നു. അപ്പൊ ഇത് തെളിയിക്കാൻ പറ്റുമോ? അസ്സലാമു വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ മൈക്കെടുത്തത് ഒരു പ്രധാനമായൊരു വിഷയം പറയാനായിരുന്നു. 2 ദിവസം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശ്രീലങ്കക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവനിക്ക് തമിഴോ ശ്രീലങ്കൻ സിംഗള ഭാഷയോ ഒന്നും എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അപ്പൊ അന്ന് കേട്ട് പഠിക്കാൻ പറ്റിയ വല്ല സൈറ്റും, തമിഴ് കേട്ട് പഠിക്കാൻ പറ്റിയ വല്ല സൈറ്റും ആരെങ്കിലും നമുക്ക് അറിവിലുണ്ടെങ്കിൽ എന്റെ ഐഡിയിലേക്കൊന്ന് PM ചെയ്താൽ വലിയൊരു ഉപകാരമായിരുന്നു. അതെനിക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വലിയൊരു ഉപകാരമായിരുന്നു. എന്റെ കൂടെ ഒരുമിച്ച് റൂം താമസിക്കുന്ന വ്യക്തിയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ആരും അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അഥവാ തമിഴ് വംശജനായ ഒരു ശ്രീലങ്കക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിനക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനക്ക് പിന്നെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന എന്തെങ്കിലും ദുആകളോ ദിക്റുകളോ പറയുന്ന സൈറ്റുകൾ ഏതൊക്കെയുള്ളത് എന്ന് ഒന്ന് അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അത് അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പ്രധാനമാണ് ചോദിച്ചത്. AVM കുങ്ഹാവ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചോദിച്ചത് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ശ്രോതാക്കളായ ആളുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആൾക്കാര് നല്ല സൈറ്റുകളിൽ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് അതിന്റെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തു തരും. ഏതായാലും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച പൊതുവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ നമ്മളൊക്കെ ഉത്സാഹിക്കണം. അവര് ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടുകൂടി ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു എന്നാണല്ലോ. ഇസ്ലാം മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും പുറത്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ശാരീരികമായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും അഫ്ളൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുക, എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിനേക്കാട്ടിലും ശ്രേഷ്ഠമായ അഅ്മാല് ബദനിയ്യത്ത്, നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായ അമല് ബദനിയ്യ അഥവാ ശാരീരികമായ അമലാണ് ഷഹാദത്ത് കലിമ രണ്ടും ഉച്ചരിക്കുക ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വേണ്ടി എന്നുള്ളത്. അത്രയും ശ്രേഷ്ഠമായ ആ ഇബാദത്ത് അല്ലെങ്കിൽ ആ അമല് ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും, അത് സാമ്പത്തിക സൗകര്യങ്ങളാവട്ടെ മറ്റു സൗകര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ അവർക്ക് നിസ്കരിക്കുവാനും നോമ്പ് നോൽക്കുവാനും മറ്റു ഇബാദത്തുകളുമായിട്ട് മുഴുകുവാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സഹോദരൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അറിയുന്ന ആളുകൾ ഇന്റർനെറ്റിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് അതിന്റെ അഡ്രസ്സ് അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഞാനെന്താ ചെയ്തു കൊടുത്തൂടെ എന്ന് വേണമെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? ഞാനത് കാണുന്നില്ല. ഹലോ, ഉണ്ടല്ലേ? അപ്പൊ അത് ഞാനെന്താ ചെയ്തു കൊടുത്തൂടെ എന്നൊരു പക്ഷേ നിങ്ങളാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ നെറ്റിൽ സൈറ്റ് എടുക്കുന്ന പരിപാടി എന്നൊക്കെ എനിക്കത്ര അതിനെ കുറിച്ച് കൂടുതൽ ധാരണ ഇല്ല. അപ്പൊ അത് അറിയുന്ന
ആളുകൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതം എന്നതുകൊണ്ടാണ് ഞാനിത് മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കുന്നത് എന്ന് ഉണർത്തുകയാണ്. ഇനി അടുത്ത ആളുകൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.